നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആയൂർ മലപ്പേരൂർ ആയിരവല്ലി മഹാദേവ ക്ഷേത്രാങ്കണത്തിലാണ്. ഇവിടെ ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തെക്കുറിച്ചും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ പ്രേമചന്ദ്രൻ പിള്ള സംസാരിക്കും. ബഹുമാന്യരെ, നമ്മുടെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് മലപ്പേരൂർ ശ്രീ ആയിരവല്ലി മഹാദേവ ക്ഷേത്രം. ഇതിന് കുടികൊണ്ടത് എന്നാണെന്ന് പോലും തീരുമാനമില്ലാത്ത ഒരു അതിപുരാതന ക്ഷേത്രമാണ്. ഇവിടെ കിരാതമൂർത്തിയായിട്ട് വന്ന് മൂലസ്ഥാനമായ ആയിരവല്ലിപ്പാറയിലിരുന്ന് അത് കഴിഞ്ഞ് ഇവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തുകയും പ്രതിഷ്ഠ നടത്തിയത് ശ്രീമാൻ അമ്പലപ്പുഴ തന്ത്രി അദ്ദേഹം അമ്പലപ്പുഴ മസൂദൻ നമ്പൂതിരി അവരുടെ കാർമ്മികത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന് എല്ലാ വർഷവും മഹപൂരം ഉത്തരനാളിൽ ഉത്സവം കൊണ്ടാടുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ധാരാളം ആൾക്കാർ ഇവിടെ വന്നു ചേരുകയും ഇവിടുന്ന് കല്യാണം കഴിച്ചു വിട്ട ആൾക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ വരികയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളെ പുണ്യപ്രധാനമായി കാണുകയും അതേപോലെ തന്നെ ഇതിൻ്റെ വടക്ക് സൈഡിൽ കൂടെയാണ് ഇത്തിക്കരയാർ ഒഴുകുന്നതും. ഇത്തിക്കരയാർ ഒഴുകുന്നതിന് അതീതമായിട്ട് ഞങ്ങളൊരു 14 വർഷമായിട്ട് ഇവിടെ ബലിതർപ്പണക്കടവ്, കർക്കിടകത്തിലെ ബലിതർപ്പണക്കടവ്, അത് ഭയങ്കര വിശേഷതയുള്ള ഒരു ദിവസമാണ്. ബലിതർപ്പിക്കാൻ പതിനായിരങ്ങൾ വന്ന് പോകുന്ന സ്ഥലമാണ് കർക്കിടവാവിന്. അതേപോലെ തന്നെ ഇവിടുത്തെ പണ്ട് ഈ ആറ്റിൽ ഒഴുകുന്ന വെള്ളമായിരുന്നു പണ്ട് ഇവിടെ നിവേദ്യത്തിന് എടുത്തുകൊണ്ടിരുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 16 വർഷത്തോളം ഇവിടെ ഇപ്പോൾ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അന്ന് മുതൽ നമ്മളിവിടെ ഒരു കിണർ കുഴിപ്പിച്ചു ക്ഷേത്രത്തിൽ. അതിനു മുന്നേ ഉള്ളത് ക്ഷേത്രത്തിലെ ആചാര പ്രകാരം ഈ ഒഴുക്ക് വെള്ളത്തിലാണ് നിവേദ്യം വരെ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിപുരാതനമായ ക്ഷേത്രം എല്ലാ രീതിയിലും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളുടെ സഹായത്തോടും സഹകരണത്തോടും പുരോഗമനം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരനും പാർവതി ദേവിയും ഭദ്രയും ഗണപതിയും കന്നിമൂലയിൽ ഗണപതിയും ഉപദേവതകൾ 8 ഉപദേവതകളുള്ള ഈ ക്ഷേത്രം അതിപുരാതന ക്ഷേത്രമാണ്. ധർമ്മശാസ്താവേ ഇവരെല്ലാം തന്നെ ഉപദേവതകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പല നാനാദിക്കുകളിൽ നിന്നും ഇവിടെ ഉത്സവം കാണാൻ വരികയാണ്. ഇന്ന് പൊങ്കാല ദിവസമാണ്, മഹന്നാളിൽ പൊങ്കാല ദിവസമാണ്. എല്ലാ വർഷവും ആയില്യനാളിൽ ആയില്യ പൂജയും നൂറുംപാലുകൂട്ടും, അതേപോലെ തന്നെ മഹന്നാളിൽ പൊങ്കാലയും ഇവിടെ വിശേഷമാണ്. അതേപോലെ ഉത്തരനാളിൽ ലാസ്റ്റ് ഈ 4 ദിവസവും അന്നദാനം ഇവിടെ വളരെ പ്രാധാന്യമാണ്. അന്നദാനം ഈ 4 ദിവസവും അന്നദാനമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ മാതൃസമിതി അംഗങ്ങൾ ഉത്തരനാളിൽ ഇവിടെ പിന്നെ അന്നദാനം നടത്തുന്നതാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിവുള്ള എല്ലാ ഭക്തജനങ്ങളും എല്ലാ വർഷവും ഇവിടെ വന്ന് തൊഴുതിട്ട് പോയാൽ അവർക്ക് അവരുടേതായ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാം നല്ലതാകുന്നു എന്നുള്ള ഒരു വിശ്വാസം അവരിൽ പകർന്നിട്ടുണ്ട്. ഈ വർഷവും ഈ 4 ദിവസത്തെ ഉത്സവം കൊണ്ടാടുകയും ഈ 4 ദിവസത്തെ ഉത്സവത്തിൽ പങ്കാളികളാകുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എല്ലാം ക്ഷേത്ര ഭരണസമിതി ചെയ്തു കൊടുക്കുകയും അതേപോലെ ഉത്സവ കമ്മിറ്റി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ നാളുകൾ എത്രയെന്നോ എണ്ണിത്തീർക്കാനൊക്കാത്തതും ഈ ക്ഷേത്രത്തിൻ്റെ ദിനങ്ങൾ അല്ലെങ്കിൽ എന്നുണ്ടായി എന്ന് പ്രവചിക്കാൻ ഇന്ന് ഇവിടെ യഥാർത്ഥത്തിൽ ആളില്ല. പണ്ട് അതിപുരാതന കാലം മുതലേ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ മലപ്പേരൂർ ശ്രീ ആയിരവല്ലി മഹാദേവ ക്ഷേത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ക്ഷേത്രം ഭരണസമിതി ഖജാൻജിയെ 4 വാക്ക് നിങ്ങളോട് സംസാരിക്കും.
പറ്റി ബോധ്യമുണ്ട്. 74 വർഷങ്ങൾ ആകുമ്പോൾ അതിനു മുന്നിൽ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് ഞാൻ അന്നം കഴിക്കുന്നത്. അന്നുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയും ഇന്നുള്ള ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയും ഇതിനെല്ലാം കാരണം നാട്ടുകാരായ ഭക്തജനങ്ങളുടെ സഹായമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. എല്ലാവരുടെയും സഹായം നമുക്ക് ഇപ്പോഴും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഐതിഹ്യം ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, മഞ്ഞിപ്പുഴ മഠം വകയായിരുന്നു. മഞ്ഞിപ്പുഴ മഠക്കാർ ഈ പ്രദേശത്ത് താമസം ഉണ്ടായിരുന്നു. അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിലനിർത്തി പോന്നിരുന്നത്. ഒരു കാലഘട്ടത്തിൽ അവർ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഈ പ്രദേശത്തുള്ള ചില വ്യക്തികളെ ഇതിൻ്റെ വസ്തുവകകൾ മൊത്തവും ഏൽപ്പിച്ചിട്ട് അവർ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പോയി. ഇതിൻ്റെ ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ടായിരുന്നു ഇതിന്. അന്നൊന്നും ഈ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ മലയുടെ കീഴിൽ കൂടെ, കാട്ടിൻ്റെ കീഴിൽ കൂടെ ഉകന്ന് കയറിയായിരുന്നു ഇവിടെ വന്ന് ഭഗവാനെ തൊഴുകുന്നത്. അന്നുണ്ടായിരുന്ന കൈതോട്ട് മഠത്തിൽ ഒരു തിരുമേനി, വലിയ തിരുമേനി ഉണ്ടായിരുന്നു. ആ തിരുമേനി ഈ ആറ്റിൽ പോയി വെള്ളം കോരി കുടത്തിൽ തലയിൽ ചുമന്ന് കൊണ്ടുവന്നാണ് ഭഗവാന് നൈവേദ്യം നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മുതൽ എടുത്ത് ഇവിടെയുള്ള നിത്യവൃത്തികൾ നടത്തിക്കൊള്ളണം, ഇവിടെ വിളക്ക് അണയരുത് എന്നുള്ള ചില കരാറുകൾ കൊടുത്തുകൊണ്ടാണ് അവർ നമ്പൂതിരിമാർ ഇവിടുന്ന് പോകുന്നത്. തിരിച്ചു വരുന്നതായ ഒരു സന്ദർഭത്തിൽ ഇവിടെ കയറിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി വളരെ ശോച്യാവസ്ഥയായിരുന്നു. അതിനുശേഷം അവർ മനം നൊന്താണ് പോയതെന്നാണ് എൻ്റെ അറിവ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിന് അവിചാരിതമായി ആരോ നശിപ്പിച്ചതാണോ അതോ സ്വയം നശിച്ചതാണോ എന്നറിയാൻ വയ്യാത്തൊരു രീതിയിൽ തീ വീണ വെന്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കമത്തോട് ഭഗവാന്റെ ശിലയിൽ വന്ന് കമഴ്ന്നിരുന്നു. ഭഗവാന്റെ ശില വെന്തില്ല. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. നമ്മൾ ഈ ഭഗവാനെ വിളിക്കും തോറും നമുക്ക് സാമാന്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം നമുക്ക് തരും. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ നമ്മളെ കൊണ്ട് എത്തിക്കും. അതാണ് ഭഗവാന്റെ ഒരു നിഗമനം. ഇന്നും ഞാൻ 9 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഖജാൻജിയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് 10 പൈസയ്ക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 10 പൈസയുടെയും യാതൊരു അപാകതയും ഉണ്ടാവാൻ കാരണമായിട്ടില്ല. ഇന്നും അത് നിലനിർന്നു പോകുന്നു. എല്ലാം ഭഗവാന്റെ കാരുണ്യം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ നടത്തുന്നു.